ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ അതിഥിയായി ചേരുന്നത് പ്രമുഖ ശാസ്ത്രജ്ഞനും സാഹിത്യകാരനും ചിന്തകനുമായ ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി സാറാണ്. വെള്ളിനേഴി അച്യുതൻകുട്ടി സാറിനെ കുറിച്ച് മുഖവുരയില്ലാതെ തന്നെ വള്ളുവനാടും മലബാറും കേരളവും അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സാഹിത്യ ശാസ്ത്ര കുതുകിയ അദ്ദേഹത്തെ നമ്മളെ പടവുകളിലേക്ക് അതിഥിയായി എത്തിയിട്ടുണ്ട്. ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി സാറിന് സ്വാഗതം. സാറേ നമസ്കാരം. 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 നമ്മളെ ഇപ്പോൾ ഒരു ആമുഖമില്ലാതെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആമുഖമില്ലാതെ പറയാം. ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാമാണികത ഇല്ലാതെ തന്നെ എല്ലാ ആളുകളും സ്വീകരിക്കുന്ന ഒരു സാഹിത്യകാരനും ശാസ്ത്രകാരനുമാണ്. അതിനെക്കുറിച്ച് എന്താ അങ്ങയുടെ ഒരു അഭിപ്രായം? അത് മറ്റുള്ളവർ പറയണതല്ലേ, എനിക്കൊന്നും പറയാനില്ല. അതെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ തന്നെ ഒരു ലാളിത്യവൽക്കരണത്തിൻ്റെ സിംപ്ലിസിറ്റിയാണ് തൻ്റെ കൈമുദ്ര എന്ന് സദാസമയവും പറയുന്ന, പ്രവർത്തിക്കുന്ന, ജീവിതചര്യയായി നടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ബാബ ആറ്റോമിക് സെൻറ്ററിലെ മുംബൈയിലാണ് ശാസ്ത്രജ്ഞനായിരുന്നു. അത് നമുക്ക് നോക്കാം. ഒന്ന് പറയൂ സാർ. അത് നമ്മൾ കോളേജിൽ എനിക്കൊരു റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റി. അപ്പോൾ അങ്ങനെ വെറുതെ അപ്ലൈ ചെയ്താ. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതിനെ പറ്റിയൊക്കെ പറഞ്ഞ വളരെ മോശമാണ്. എന്ന് വെച്ചാൽ തീവണ്ടിയിൽ ഞാൻ കയറിയിട്ടില്ല, പാൻറ് ഇട്ടിട്ടില്ല. പാൻറ്റൊക്കെ കോയാസൺസിൽ ഒറ്റപ്പാലത്ത് വക്കീലുമാർ തുന്നിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു പാൻറ് തുന്നി, പിന്നെ ഒരു ഷൂസ് കടം വാങ്ങി, എന്നിട്ട് സ്കോളർഷിപ്പ് കിട്ടിയ കാശിന് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് വണ്ടി കയറി ഞങ്ങളുടെ നാട്ടുകാരൻ്റെ ഒപ്പം ബോംബെയിൽ പോയി. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവിടെ നിറയെ ശാസ്ത്രജ്ഞന്മാർ 10-15 പേരൊരു വലിയ വട്ടമേശിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷൊക്കെ നമുക്ക് കഷ്ടിയായതുകൊണ്ട് മേ കമ്മിൻ സാർ എന്നൊക്കെ അങ്ങനെ ഒരാൾ പറഞ്ഞു. എൻ്റെ പരിഭവം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി പരിഭവ പഞ്ചാംഗമാണെന്ന് മനസ്സിലായി. ഇരിക്കാൻ പറഞ്ഞ് കാപ്പിയ ചായ, എൻ്റെ പരിഭവം കേട്ടാണ് തോന്നുന്നു അവർ കാപ്പിയ ചായ കുടിക്കാൻ ചോദിച്ചു. അപ്പോൾ ഇത് കുടിച്ചാൽ അബദ്ധവ, കുടിക്കാതിരുന്നാൽ അബദ്ധവ, പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ ചായ എന്ന് പറഞ്ഞു. അപ്പോൾ ചായയും കുറച്ച് ബിസ്ക്കറ്റും ഒരാൾ കൊണ്ടുവന്ന് വെച്ചു. ഇത് കുടിക്കാനൊന്നും സമാധാനമില്ല. എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോണത്. പിന്നെ വലിയൊരു സ്ഥാപനം. അതിലൊരാളപ്പോൾ എന്നോട് പറഞ്ഞു പരിഭ്രമിക്കണ്ടെന്ന് തന്നെ പറഞ്ഞു. സമാധാനം ഇരുന്നോളൂ, കൂൾ ഡൗൺ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫിസിക്സിൽ നല്ല മാർക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അവരെൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഓരോരുത്തരായി നോക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ അറ്റോമിക് ഫിസിക്സ് ഞങ്ങൾ പഠിക്കുന്നുണ്ട്, അതിൽ നല്ല മാർക്കുണ്ടല്ലോ എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബോർഡിൽ നിങ്ങളുടെ മുമ്പ് വന്നിട്ടുള്ള ഒരാൾ ഒരു ഇക്വേഷൻ ഈ ന്യൂക്ലിയർ ഫിഷൻ്റെ ഒരു ഇക്വേഷൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് കണ്ടപ്പോൾ എനിക്ക് ധൈര്യമായി, സംസാരിക്കണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് ആ ഇക്വേഷനൊക്കെ ഫിനിഷ് ചെയ്തു. അപ്പോൾ അവർ നന്നായി പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. പിന്നെ അവർ പഠിച്ചത് മുഴുവൻ അങ്ങ് ചോദിച്ചു, ഒരു തടിക്കുന്നവരെല്ലാം വരെയുള്ള 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽക്കെല്ലാം മുഴുവൻ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല നമ്മളെ വളരെ സൗഹൃദത്തിലെടുത്ത് വരുമ്പം മനസ്സിലാക്കി, നാടനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ എല്ലാ സബ്ജക്റ്റിലും ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ കണക്കിൽ അപ്പോൾ എനിക്ക് 100% മാർക്ക് ആ കാലത്ത് എല്ലാ പ്രീഡിഗ്രിക്കല്ല. അപ്പോൾ മാത്സ് എന്നാണല്ലോ പറഞ്ഞൊരു മാത്സിൽ ചോദിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വണ്ടി കയറി പോരും ചെയ്തു. അത് ഞാൻ MSc പഠിക്കായിരുന്നു വിക്ടോറിയയിൽ. അങ്ങനെ ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്. അപ്പോൾ പരീക്ഷയുടെ 13 ദിവസം മുമ്പ് അപ്പോൾ ലെറ്റർ വന്നു. പിന്നെ ഇതേമാതിരി 2 പാൻറ്റൊക്കെ തുന്നിച്ച് 2 ഷർട്ടൊക്കെ തുന്നിച്ചെങ്കിൽ പോയി. ഇല്ല, പിന്നെ ബോംബെ യൂണിവേഴ്സിറ്റിനെ പറ്റുള്ളൂ. ഞാൻ ജോലി കിട്ടിയപ്പോൾ അപ്പോൾ അവിടെ അന്ന് 6 സീറ്റേ ഉള്ളൂ, ജനറൽ സീറ്റ്, 2 SC ST സീറ്റും. അപ്പോൾ ഞങ്ങൾ 7 പേരേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ പ്രൊഫസർ, അപ്പോൾ അന്നൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു, അവിടെ ടോപ്പ് മാർക്ക് കിട്ടിയവർക്ക് അപ്പോയിൻമെൻറ്റ് അവിടെ കിട്ടും. അപ്പോൾ പ്രൊഫസർ ഒരു ഹരിഹരൻ സാറുണ്ടായിരുന്നു. താൻ പോകരുത്, ഞാൻ ഈ PhD ലെവലിൽ പോകരുത്. ഞാൻ പറഞ്ഞു എനിക്ക് വയറ്റ് പഴപ്പാണ് സാറേ, നമുക്ക് ജോലി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. അച്ഛൻ റിട്ടയർ ചെയ്യുന്ന മാസമായിരുന്നു.
അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് വണ്ടി കയറി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിലിപ്പോൾ അത് വലിയ കേമത്തൊന്നുമില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ റിസർച്ചിൽ ചേർന്നു എന്ന് തന്നെയുള്ളൂ. ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഒന്നൊന്നും ഉള്ള ലെവലിൽ നിന്നില്ല. ഞാൻ 10 കൊല്ലം നിന്നതുള്ളൂ. പിന്നീട് അങ്ങ് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ രാജ്യത്തിലേക്കാണ് പോയത്. അവിടെ കുറെ സാംസ്കാരിക പരിപാടികളും ജീവിതയാത്രയിൽ അവിടെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു, പ്രവാസ ജീവിതം? അത് വളരെ രസമായിരുന്നു. അതായത് എനിക്ക് ബോംബെയിൽ താമസിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഒരു പോസ്റ്റ് ഡോക്ടറൽ അതിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഇത് കിട്ടി. അപ്പോൾ അമേരിക്കയിലേക്ക് എല്ലാവരും പോവും. ഒരു കൊല്ലം 1 ലക്ഷം റുപ്യ ഉണ്ടാക്കും. അതായത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിന്നിട്ട് അങ്ങനെയായാലും നാട്ടിൽ വെത്താം 2 ലക്ഷം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഗൾഫിൽ കിട്ടിയപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോൾ ഞാൻ റിസൈൻ ചെയ്ത് പോയി. റിസൈൻ ചെയ്ത് പോയപ്പോൾ അവിടെ നമ്മൾ ഈ ബോംബെയിലത്തെ ഈ വലിയ നിറയെ തിരക്കുള്ളതെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു. നല്ല ജോലിയായിരുന്നു. അവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിൽ അതിലായിരുന്നു. മന്ത്രാലയം. അതെ, നമ്മളാണ് ഈ അന്ന് ഞാൻ പോയതിന് ശേഷമാണ് അവിടെ ആദ്യം ഒരു കമ്പ്യൂട്ടർ വാങ്ങിയത് തന്നെ. ഇവിടെ നമ്മൾ ഇയർസിൽ ധാരാളം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ശീലമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ വാങ്ങി. പിന്നെ കമ്പ്യൂട്ടർ അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ ഓട്ടോമാറ്റിക് സ്റ്റേഷൻസ് കൊണ്ടുവന്നു. പിന്നെ ഈ റഡാർ ഇമേജറി അതൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു. ഞാനായിട്ട് തന്നെ ഓർഡർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അവിടുത്തെ ഈ ചില കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ മുസ്ലിം നമസ്കാര സമയം എപ്പോഴും ഓരോ പള്ളിയിൽ നിന്ന് മാറി മാറി വിളിക്കുമായിരുന്നു. സമയം മാറി മാറി വിളിക്കുമായിരുന്നു. അപ്പോൾ അത് യൂണിഫൈ ചെയ്യണം പറഞ്ഞു മിനിസ്ട്രി, റോയൽ കോർട്ട് ഓഫീസിന്. അല്ല, അവർ പറഞ്ഞു യൂണിഫൈ ചെയ്യേണ്ട വഴി. അപ്പോൾ ഇവർക്ക് ഇത് ഈ നിസ്കാര സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അറിയണ്ടാവും. അതായത് ഈ ട്വിലൈറ്റ് എന്ന് പറയും. ട്വിലൈറ്റിൻ്റെ 72-74 മിനിറ്റ് മുമ്പാണ് സുബഹി വാങ്ങി കൊടുക്കുക. അപ്പോൾ അത് ഓരോ ദിക്കിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒമാൻ എന്ന് പറഞ്ഞാൽ തന്നെ വടക്ക് മുതൽക്ക് സലാല വരെയുള്ള സ്ഥലങ്ങളിൽ ഓരോ പള്ളികളിൽ ഓരോ സമയമാവും. അപ്പോൾ അതിന് ഓരോ സ്ഥലത്തെയും വേൾഡ് ടേബിൾ ഉപയോഗിച്ച് അതിൻ്റെ സൺറൈസ് കണ്ടുപിടിച്ച് സൺസെറ്റ് കണ്ടുപിടിച്ച് 5 വാങ്ക് ടൈം ഉണ്ടാക്കിയത് ഞാൻ തന്നെ. ഇങ്ങനെ ഒരു വർക്ക് യൂണിഫോമിറ്റി ഉണ്ടായി. അത് റോയൽ കോർട്ട് ഓഫീസ് അംഗീകരിച്ചു. അത് വ്യാപകമായിട്ട് സർക്കാരുടെ അംഗീകരിച്ചു. അവർ പറഞ്ഞു ചെയ്ത വർക്കാണ്. അത് ഞങ്ങളുടെ ഒരു ചീഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ ടേബിൾ ഓരോ സ്ഥലത്തിൻ്റെ സൺറൈസ് അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പോഴും അതിനെ ഉപയോഗിക്കുന്നു. 4 വർഷം ചെയ്താൽ മതി. 5ാമത്തെ വർഷം റിപ്പീറ്റ് ചെയ്യും. അതേ സമയം റിപ്പീറ്റ് ചെയ്യും. കലാമുള്ള ഹരിദാസൻ്റെ കാരമണ്ണ അദ്ദേഹം പാട്ട്. പിന്നെ ഞങ്ങളുടേതായ കോപ്പ് ഉണ്ടാക്കി. ഏറ്റവും വലിയ സംഭവം അതാ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് കോപ്പ് ഉണ്ടാക്കി കളിയോഗം ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെ. മസ്കറ്റ് കളിയോഗം വലിയ ന്യൂസൊക്കെ ആയിരുന്നു. വലിയ ന്യൂസായിരുന്നു. മറ്റൊരു അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഞങ്ങളുടെ കോപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ ഉണ്ടാക്കി. അതിലൊരു കിരീടം ഒരു കൃഷ്ണവടി മാത്രമേ പുറമേ നിന്ന് കൊണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് അവിടെ ഉണ്ടാക്കിയത്. സാധനങ്ങളൊക്കെ തരശ്ശീലൊക്കെ എപ്പോഴും ഇപ്പോൾ തരശ്ശീല നമ്മുടെ പപ്പനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ തരശ്ശീല ഉപയോഗിക്കുന്നത് ഞങ്ങൾ തുന്നൽ. ഞങ്ങൾക്ക് വലിയ ടീമുണ്ട്. അപ്പോഴേക്കും ധാരാളം ആൾക്കാർ താല്പര്യക്കാർ കൂടി. അപ്പോൾ തുന്നലറിയുന്നവരെ കൊണ്ട് പറഞ്ഞോട്ട തുന്നും. അങ്ങനെ ഇല്ല, അവിടെ ഉണ്ട്, അവർ ചെയ്തു. പിന്നെ ഞങ്ങളുടെ സ്ത്രീകളുണ്ട്. ഞങ്ങളെല്ലാം വ്യാഴാഴ്ച എൻ്റെ വീട്ടിൽ കൂട്ടും. വ്യാഴം വെള്ളി ഒഴിവാണ് അവിടെ. അപ്പോൾ അവിടെ കൂടിയിട്ട് സ്ത്രീകൾ തുന്നപ്പണി ചെയ്യും. മറ്റൊരു കിൽട്ട് ഒട്ടിക്കാൻ കൂടും. അങ്ങനെ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫുൾ കോപ്പ് ഉണ്ടായി. അപ്പോൾ ആദ്യം കിരാതം തന്നെ കഥ അവതരിപ്പിച്ചു അമ്പലത്തിൽ. അത് പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അന്ന് ശവന്തീനി ഇറുമ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷാർജയിൽ റിലീജിയസ് പ്രശ്നങ്ങളായിട്ട് എല്ലാവരും അഴിക്കുള്ളിൽ പോയ കാലം. അപ്പോൾ ഇത് ഒരു ഹിന്ദു സിസ്റ്റം മാറുമോ എന്നുള്ള. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ എല്ലാവരും ഉണ്ട്. ഈവൻ ഒമാനികളും കൂടി ഉണ്ട് ഞങ്ങളുടെ കളികൾ. പക്ഷേ അതുകൊണ്ട് അവർ പറഞ്ഞു നടത്താം, അമ്പലത്തിൻ്റെ ഉള്ളിൽ നടത്താം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലും പെർമിഷൻ കിട്ടി. ലാസ്റ്റ് മിനിറ്റിലും അതൊരു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് പേടിയുണ്ടാവും. അന്ന് ഞങ്ങളൊരു സൂയിസൈഡ് സ്ക്വാഡ് മാതിരി പരമേശ പാഹി ഞങ്ങൾ കോഡുണ്ടാക്കി. അഴി എണ്ണി കൊണ്ട് വന്നാൽ ഞങ്ങൾ പരമേശ പാഹി എന്ന് പറഞ്ഞിട്ട് അഴി എണ്ണും തീരുമാനിച്ചു. അങ്ങനെ കിരാതം നടത്തിയത് വമ്പം വിജയമായിരുന്നു. എന്നുവെച്ചാൽ ഈ അവിടെ കുട്ടികളെയൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ബ്രോഷറൊക്കെ കൊടുത്ത് കഥ പറഞ്ഞു കൊടുത്ത് എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്
ഈ ചുറ്റിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഡെമോൺസ്ട്രേഷൻ അത് ചെയ്തു കൊടുത്ത് നല്ല വിജയമായി. അതിന് ശേഷം പിന്നെ സന്താനപരം അങ്ങനെ ഒരുപാട് 10-20 കഥകൾ കളിച്ചു. ദുബായിൽ പോയി കളിച്ചു, സലയിൽ പോയി കളിച്ചു. അത് വലിയ ഇപ്പോഴും ആ സുഹൃബന്ധപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ബാസ്കറ്റ് കളി ഒരു കളി നടത്തി. ഇപ്പോൾ പുലിക്കലമ്പലത്തിൽ കളി നടത്തി. ഞങ്ങളുടെ കോപ്പൊക്കെ ഡിസ്മാൻഡിൽ വെച്ചാൽ നാട്ടിൽ വരുമ്പോൾ ആ കോപ്പിന് സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കോപ്പിൻ്റെയൊക്കെ ഒന്ന് മാറ്റി. പക്ഷേ അതേ ആൾക്കാർ തന്നെ വന്നു. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വലിയ കൗതുകം തോന്നിയത് എന്താ അറിയോ, അങ്ങയുടെ ശാസ്ത്ര അഭിരുചി, ശാസ്ത്രം ലോകത്ത് നിന്നും അങ്ങ് പിന്നീട് ഒരു തന്ത്ര പീഠം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറപ്പെട്ടുവോ? എന്താണ് അതിനെ? ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ശസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസിക്കപ്പെടുന്നത്, നിശ്ചയിക്കപ്പെടുന്നത്, കൃത്യമായ ഒരു രൂപരേഖയായിട്ട് മുമ്പാക്കാൻ പോകുന്നത് അർത്ഥമുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്ന ഹീലിംഗ് ആണ്. ഹീലിംഗ് അതായത് ഇപ്പോൾ സാന്ത്വനം, അതായത് പല വിധത്തിലുള്ള ഹീലിംഗ് പ്രോസസ്. സൈക്കിക് ഹീലിംഗ് ചെയ്യും, ഹിപ്നോട്ടിസം ചെയ്യും, പിന്നെ ഹിപ്നോതെറാപ്പി ചെയ്യും, റേക്കി ചെയ്യും, ലാമ ഫെറജ്. അതായത് മനുഷ്യന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാസ്തുവിൽ ഞാൻ പാറമ്മള വാസ്തുവിദ്യാപീഠത്തിൽ പോയിട്ട് വാസ്തുവിദ്യ പഠിച്ചു. അതായത് ഈ സ്ട്രക്ചറൽ ആയിട്ട് നമുക്ക് സന്തോഷം തരുന്ന ആണല്ലോ വാസ്തു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് സന്തോഷം കിട്ടാതെ? വാസ്തുപുരുഷൻ ഒരു സങ്കല്പമാണ്. അതൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില നോംസാണ്. അതൊന്നും അങ്ങനെ ഒരു അന്ധവിശ്വാസമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അളവുകളാണ്. അതായത് വാസ്തുവിൻ്റെ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞു വന്നേ, ഇതെല്ലാം ശാസ്ത്രമാണ്. സിനിമയിൽ തിലകൻ അത് പറയുന്നുണ്ട്, എല്ലാം കണക്കാണ്. ഇതിൽ എന്താ അറിയോ, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. വാസ്തുത്തൊക്കെ ഇപ്പോൾ ഒരു റൂം, ഇപ്പോൾ ഈ റൂം നമ്മളിരിക്കുന്നു, ഇതൊരു സ്ട്രക്ചറാണ്, ഒരു ഹാർഡ്വെയറാണ്. നിങ്ങൾക്കിവിടെ സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വാസ്തു നോക്കുന്നത്. അപ്പോൾ അതിന് പ്രൊപ്പോർഷൻസാണ്. ഇപ്പോൾ താജ്മഹൽ ഏറ്റവും പ്ലീസിങ് ആയി തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഹൈറ്റും വിട്ടും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനാണ്. 1:1.4 പ്ലീസിങ് ആയിരിക്കും. അപ്പോൾ വർജ്യം വന്നു കഴിഞ്ഞാൽ 1.75, ഇതിൻ്റെ 1.75 to 2.25 ഉയരം വന്നാൽ അത് നമുക്ക് നീട്ടാൻ തൊട്ടിയേ തോന്നും. മനുഷ്യന്മാരെ കണ്ടില്ലേ, ചിലവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നീളനാ തോന്നുക. ഇത് തന്നെ വാസ്തു. അപ്പോൾ ഇതിൽ പുരുഷ പ്രമാണം ഉപയോഗിക്കുക. അതായത് നമ്മുടെ ഈ നടുവിരലിൻ്റെ 2 അറ്റം ഇങ്ങനെ നിന്നാൽ നമ്മുടെ ഉയരാണെങ്കിൽ നമ്മൾ നല്ല ബോഡിയാണെന്ന് പറയല്ലായിരുന്നു. യോഗയിൽ ആകാശമാണ് നടുവിരൽ. ഈ ലെങ്ത് ആയിരിക്കും എൻ്റെ ഉയരം. അതുമാതിരി ഈ പാദമായിരിക്കും എൻ്റെ മുഖം. അതല്ല തോന്നിയാൽ നമുക്ക് പ്രൊപ്പോർഷനല്ല തോന്നും. ഈ പ്രൊപ്പോർഷൻ പുരുഷ പ്രമാണം എന്ന് പറയും. ഈ പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഒരാൾക്ക് പ്രൊപ്പോർഷൻ വെച്ചിട്ട് വേണം ഈ റൂം ഡിസൈൻ ചെയ്യാൻ. നമ്മളിപ്പോൾ എല്ലാവരും 7 അടി ലിൻഡൽ, 11 അടി വാർപ്പ്, അതെല്ലാവർക്കും പ്ലീസിങ് ആവിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ പ്ലീസിങ് എന്താണ്, അതിൻ്റെ സൗന്ദര്യം എന്താണ് എന്നുള്ളതാണ് വാസ്തു എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ ഹാപ്പിനെസ്, നമുക്ക് സന്തോഷം, അങ്ങ് പറഞ്ഞ പോലെ, സാറ് പറയുന്ന പോലെ സന്തോഷപ്രധാനമാണ് വാസ്തു എന്നാണോ അങ്ങയുടെ ഒരു നിഗമനം? സന്തോഷമാക്കാനുള്ളതാണ് വാസ്തു. സ്ട്രക്ചറിനെ സന്തോഷമാക്കാനുള്ളതാണ് വാസ്തു. അത്രേ ഉള്ളൂ. അതിന് ശാസ്ത്രം ഉപയോഗിക്കുന്നു, കണക്കുകൾ ഉപയോഗിക്കും, ചുറ്റുകൾ ഉപയോഗിക്കും. മരണച്ചുറ്റ് പറഞ്ഞാൽ മരണച്ചുറ്റുള്ള വീട്ടിലിരുന്ന ആൾ മരിക്കൊന്നുമില്ല. ആ ചുറ്റ് വർജ്യമാണ്. അത് നമുക്ക് പ്ലീസിങ് അല്ല, കാണാൻ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെപ്പോഴും പെർസെപ്ഷൻ അതിനെ തീരുമാനിച്ചാൽ നമ്മളിപ്പോൾ ഈ റൂമിൻ്റെ ഈ ഡിസ്റ്റൻസ് നോക്കി, ഈ ഡിസ്റ്റൻസ് നമ്മൾ ജഡ്ജ് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും തെറ്റിക്കും. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എപ്പോഴും തെറ്റിക്കും. മരമൊക്കെ കാണാൻ വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് കൃത്യമായിട്ട് അവർ അതിൻ്റെ ഉയരം പറയും. അത് അവർ ശീലമാണ്, പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ. അതായത് നമ്മളെപ്പോഴും ഉയരം ചെറുതായി കാണും. ആകാശം നോക്കി നോക്കൂ, ഇവിടെയും കൂടുതലുണ്ടോ തോന്നുന്നുള്ളൂ അല്ലേ, മേപ്പെട്ട് കുറവാ തോന്നില്ലേ. ഈ പെർസെപ്ഷനെ അനലൈസ് ചെയ്യലാണ് വാസ്തു. നമ്മൾ ഏത് പ്രകാരത്തിൽ തെറ്റായി നമ്മുടെ കണ്ണ് ജഡ്ജ് ചെയ്യണോ അതിനെ മറികടന്നിട്ട് നമ്മുടെ കൊണ്ടുവരും. ഇപ്പം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയുക, ഒരു പക്ഷി കൂടുണ്ടാക്കുന്നു. ആ പക്ഷി കൂടുണ്ടാക്കുന്നത് ആ പക്ഷിയുടെ സൈസിലേ ഉണ്ടാക്കൂ. നിങ്ങൾ ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു മൊബൈൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പ്രൊപ്പോർഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇതിക്ക് ഇത്ര വേണ്ട പറയും. അത് നമുക്ക് എംബഡഡ് ആയിട്ട് നമ്മുടെ സൈസിനെ നമ്മൾ കൊണ്ടെടുക്കും. ആ സൈസിൻ്റെ ചെറിയ സൈസുകളുള്ള ബാഗ് ഉപയോഗിക്കും, നമ്മളെ മൊബൈൽ ഉപയോഗിക്കും. അപ്പോൾ അങ്ങയുടെ ഒരു നിരീക്ഷണം, സാറിൻ്റെ ഒരു നിരീക്ഷണം, നമുക്ക് അനുയോജ്യമായതിൽ നമ്മൾ പാകപ്പെടുകയും പരിമിതപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്ര ശാഖയായി പുതിയ കാലത്ത് വാസ്തു മാറുന്നുണ്ടോ? അങ്ങനെ മാറിയാലും വാസ്തു എന്ന് പറയില്ല. ഇപ്പോൾ വാസ്തു പറഞ്ഞാൽ ഒരു പക്ഷി വീടുണ്ടാക്കുമ്പോൾ ആ പക്ഷിയുടെ സൈസിനനുസരിച്ച് വീടുണ്ടാക്കും. ആ പക്ഷിക്ക് കംഫർട്ടബിളായി വീടുണ്ട്. അതേമാതിരി നമ്മളും വീടുണ്ടാക്കണം എന്ന് എൻ്റെ ആവശ്യം. നമ്മൾ റൂം ഡിസൈൻ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് നിങ്ങളുടെ ഇഷ്ടമായിരിക്കില്ല എൻ്റെ ഇഷ്ടം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെ
വ്യക്തികൾക്ക് അതീതമായൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടിരിക്കുകയാണ് വാസ്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, 1:1.4 പ്രൊപ്പോർഷൻ ഒരു റൂമിനുണ്ടെങ്കിൽ ആ റൂം പാകം ഉയർന്നു പറയും. അതിലധികം പറയും ഇതെന്താ ഈ ചെറിയ മനുഷ്യരും വലിയ ലോകം. ചെറിയ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മനുഷ്യരായിട്ട് വലിയ ലോകമാണ് നമുക്ക് തോന്നും. അത് ഒരു കംഫർട്ടബിൾ അല്ല. ഈ കംഫർട്ടാണ് വാസ്തു. ഇപ്പം നോക്കൂ, അങ്ങനെ പണ്ട് നമ്മളെ ചില വീടുകളിലൊക്കെ ചില ഭവനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ കയറുമ്പോൾ ഉണ്ടാവുന്ന കട്ടില എന്ന് പറയില്ലേ നമ്മളെ, അത് ചെറുതായിരിക്കും. എന്താ അതിനെ കുറിച്ച് എന്താ? അത് ടെമ്പറേച്ചർ കൺട്രോളാണ് ഒരു കാലത്ത് ചെയ്തിരുന്നത്. അതായത് വാസ്തുവിന്റെ ഒരു വേറെ തിയറി എന്താ വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ ശരീരം ഏത് പ്രകാരം പുറത്തെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. നമുക്കൊരു ഫിക്സ്ഡ് ടെമ്പറേച്ചറാണ് അല്ലേ? അത് കൂടി പുറത്ത് ടെമ്പറേച്ചർ കുറഞ്ഞാൽ നമ്മൾ തണുപ്പാ പറയും, കൂടിയ ചൂട്. അതേമാതിരി തന്നെ വീടിൻ്റെ ഉള്ളിൽ ഒരു ഫിക്സ്ഡ് ഒരു ടെമ്പറേച്ചറാണ്. അത് ഒരു ടെമ്പറേച്ചറാണ്, അതിനെ മാറ്റാൻ സമ്മതിക്കില്ല. അതിപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാൻ ഇവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തെ ടെമ്പറേച്ചർ ആയിരിക്കും ഉള്ളിൽ. അതുമാതിരി പ്രഷർ വലിയ, അതാണ് ഈ സൂത്രം എന്ന് പറയുന്ന സാധനം. ഈ സൂത്രം എന്ന് പറഞ്ഞാൽ പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ നടുവിൽ കൂടെ സൂത്രം വേണം പറയും. ഇതെന്ത് സൂത്രമാണ് ചോദിക്കും നമ്മൾ. അത് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സൂത്രം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ മണ്ണെണ്ണ അടിക്കുന്ന ഇത് കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് അടിക്കുന്നത്? പമ്പ് ചുവട്ടിൽ മണ്ണെണ്ണ പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കണം. ഇവിടെ പ്രഷർ കുറയ്ക്കുക ചെയ്യണം. നമ്മളിത് അടിക്കുമ്പോൾ ഇവിടെ പ്രഷർ കുറയുമ്പോൾ ഈ മണ്ണെണ്ണ പുറത്തേക്ക് വന്ന് സ്പ്രേ ചെയ്യാനല്ലേ. അതേമാതിരി നമ്മളിപ്പോൾ ഒരു സൂത്രം ഇട്ടിട്ട് ഇവിടെ മാത്രം ജനൽ തുറന്നിട്ടാൽ ഇവിടെ ഭീകരമായി കാറ്റടിച്ചാൽ ഇതിലത്തെ പ്രഷർ കുറയും. അപ്പോൾ അത് കുറയാതിരിക്കാൻ അവിടെ ഒരു കോമ്പൻസേഷൻ, അവിടെ നമ്മളൊരു ഹോൾ ഇടും. ഇത്രയുള്ള സൂത്രം. അത് സൂത്രം എന്ന് പറയുന്നത് പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റാണ്. കട്ടിലയും ജനലും ഒക്കെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമുക്കെപ്പോഴും പ്രഷറും ടെമ്പറേച്ചറും കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ അല്ല. ഇപ്പോൾ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ പ്രഷർ കുറയാണ്, ഓക്സിജൻ കിട്ടില്ല. ഇപ്പോൾ നോക്കൂ, ഈ തന്ത്രത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഈ ശാസ്ത്രലോകത്തു നിന്നും താന്ത്രിക അല്ലെങ്കിൽ തന്ത്ര ഉപനിഷത്ത് ദർശനങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, ആ ഒരു ദർശന സംഹിത അങ്ങ് സ്വീകരിക്കാൻ ബാല്യകാലം ഇടയായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, അത് ഒരാളുടെ ഇൻബോണായിട്ടുള്ള ചില വാസനകൾ. റോബർട്ടോവൻ്റെ തിയറി പറയുകയാണെങ്കിൽ നമ്മളെ ഒരുവനാക്കുന്നത് അവൻ്റെ സാഹചര്യങ്ങളാണെന്ന് പറയാറുണ്ട്. അങ്ങയുടെ പഴയ കാലം, ഭൂതകാലം അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? ഒരു $100 million ക്വസ്റ്റ്യനാണ്. അതെ അതെ അതെ, കറക്റ്റ്. നമ്പർ 1, തന്ത്രം തന്നെ ഉദ്ദേശിക്കുന്നത് ഈ തന്ത്രമല്ല. തന്ത്രത്തിന് 32 അർത്ഥമാണ്. സൂത്രം നല്ല അർത്ഥം വരണ്ടേ, ട്രിക്ക്. ഈ തന്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മനുഷ്യ മനസ്സ് പറഞ്ഞാൽ വികാരങ്ങൾ. ഞാൻ പറഞ്ഞ വികാരങ്ങളെ പറ്റി മാത്രമാണ്, ചിന്തയല്ല. ചിന്ത മാറ്റി നിർത്തിയാൽ വികാരങ്ങളാണ് മനസ്സെന്ന് പറഞ്ഞ സാധനം. അതിനെ ടാക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന തന്ത്രം, മന്ത്രം, യന്ത്രം 3 വിധത്തിലാണ്. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നാമം ചൊല്ലുമ്പോൾ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. റൂൾ ഓഫ് ദ മൈൻഡ് എന്ന് പറയും റിപ്പീറ്റേഷൻ. നമ്മൾ റിലാക്സ് ചെയ്യിക്കുമ്പോൾ റിലാക്സ് 10 പ്രാവശ്യം പിന്നെ റിലാക്സ് ചെയ്യും. അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ റൂളാണ്. അത് ഉപയോഗിക്കുകയാണ് നമ്മൾ ഈ ഉച്ചാരണത്തിൽ കൂടെ പല മന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിൽ പല ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് മനുഷ്യ മനസ്സിനെ ടാക്കിൾ ചെയ്യാം. ഈ തന്ത്രം എന്ന് പറഞ്ഞാൽ അതിൽ ക്രിയകൾ കൂടും, എന്തെങ്കിലും ആയിട്ടുള്ള ആക്ഷൻസ്. യന്ത്രം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആവാഹിച്ച് ഒരു തകിട് കിട്ടുക, അത് യന്ത്ര. എന്താ കാരണം വെച്ചാൽ അതിലൊരു അതിലൊരു മന്ത്രം ചെല്ലും, അതിലൊരു ചിത്രം ഉണ്ടാവും. ആ ചിത്രമാണ് തന്ത്രം. അപ്പോൾ ഇത് 3 കൂടി കൂട്ടിച്ചേർത്ത് യന്ത്രമായി. ഈ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിനെ ടാക്കിൾ ചെയ്യാം. എങ്ങനെ ടാക്കിൾ ചെയ്യും? മനുഷ്യ മനസ്സിനെ ടാക്കിൾ ചെയ്യുമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ടാക്കിൾ ചെയ്യണം. അതായത് ഞാനിരിക്കുന്ന ആളല്ലേ എൻ്റെ ഉള്ളിൽ, ഞാൻ ഈ കാണുന്ന ആളല്ല. മറ്റൊന്നുണ്ടോ? എൻ്റെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡാണ് എൻ്റെ ബിഹേവിയർ. അതാണ് ബിഹേവിയർ അനലൈസ്ഡ് സയൻസ്. അങ്ങയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ മുഖം മൂടിയാണ്. ഞാൻ നാടകം കളിക്കുകയാണ്. അല്ല, അത് സ്ക്രിപ്റ്റ് ചുവട്ടിൽ കിടക്കുന്നുണ്ട്. ആ സ്ക്രിപ്റ്റിനെ നമ്മൾ അറ്റാക്ക് ചെയ്യലാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് തന്ത്രം. അപ്പോൾ ഞാൻ അങ്ങയുടെ അടിവരായിട്ട് ചോദിക്കട്ടെ, ബിഹേവിയർ അലൈഡ് സയൻസ്, പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയുടെ പ്രയോക്താവാണ് അങ്ങ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കും? ബുദ്ധിമുട്ടാവും. പക്ഷേ ഞാനത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബിഹേവിയർ, ഫോർ എക്സാമ്പിൾ ഏത് ബിഹേവിയർ ആണെങ്കിലും, ഇപ്പോൾ അഡിക്ഷൻസ് ആണെങ്കിലും, ഇഷ്ടങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇഷ്ടങ്ങളൊരു ബിഹേവിയറാണ്. ഇപ്പോൾ എനിക്ക് കാളൻ കൂട്ടാൻ ഇഷ്ടമാണ്, അതൊരു ബിഹേവിയറാണ്, അതൊരു സോഫ്റ്റ്വെയറാണ്. അത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. കാളൻ ഈസ് ഗുഡ് ഫോർ യു എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കിടക്കുന്നത്.
അല്ല എനിക്ക് കാളൻ ഇഷ്ടമാണ് എന്നുള്ളൊരു ഒരു എൻ്റെ ഉപബോധ മനസ്സിലൊരു ഇൻസ്ട്രക്ഷൻ കിടക്കണ്ടേ, സങ്കല്പമുണ്ട്. അത് വന്നിട്ടുണ്ട്. അത് എങ്ങനെ വരുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതുള്ളിടത്തോളം കാലം ഞാൻ കാളൻ ഇഷ്ടപ്പെടും. എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് മാറ്റിത്തരാം, കാളൻ ഇഷ്ടമല്ല ഉണ്ടാക്കി തരാം. ബിക്കോസ് ഞാൻ ആ സ്ക്രിപ്റ്റിന് മാറ്റി വെക്കും. എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമെന്ന് ചിക്കൻ ബിരിയാണി ഇഷ്ടമാവും. അല്ലാണ്ട് ഒരാളും ഒരു ഇഷ്ടമായിട്ട് എനിക്കില്ല. ഇല്ല. അതാണ് ബിഹേവിയർ. അപ്പോൾ ബിഹേവിയറിനെ നമ്മൾക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ തന്ത്രങ്ങൾ വേണം. തന്ത്രത്തിൽ കൂടെ പോകണം. ആ തന്ത്ര ട്രിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. തന്ത്രമാണ് അത് ഷോർട്ട് പീരിയഡ് ഒരു ചുരുങ്ങിയ സമയത്ത് നിൽക്കുന്നതാണോ അത് മനുഷ്യന്റെ? അല്ല, സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് പെർമനന്റ് ആണ്. അത് ചേഞ്ച് ചെയ്യുന്നത് വരെ അത് അവിടെ ഇരിക്കില്ലേ? നമ്മൾ ഒരു പുതിയ ഇൻസ്ട്രക്ഷൻ അതിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അഡിക്ഷൻ ഫോർ എക്സാമ്പിൾ, എങ്ങനെ അഡിക്ഷൻ വരുന്നത്? നമ്മൾ അതിൽ ആസക്തിയാവുകയാണ്. എങ്ങനെ വരുന്നത്? നമ്മുടെ ഇച്ഛയാണ്, നമ്മുടെ ആഗ്രഹമാണ്. അതെങ്ങനെ വന്നു? അത് വന്നതാണ്. ബിഹേവിയർ അക്വേർഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്മോക്കിംഗ് ഒരു ഉദാഹരണം എടുത്ത് സംസാരിക്കാം. ഞാൻ സ്മോക്ക് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ മുറുക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. മേ ബി എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മോസ്റ്റ് ഓഫ് ദി അക്വേർഡ് ബിഹേവിയർ 8 വയസ്സിൻ്റെ ഉള്ളിലാണ്. ചെറിയ കുട്ടിയാണ്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും കൂടി സ്മോക്ക് ചെയ്ത് സന്തോഷിക്കുന്ന ഒരവസ്ഥ കണ്ടുപിടിക്കണം. സോ ഐ ഗെറ്റ് എൻ ഇൻസ്റ്റ്. ഞാൻ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന നല്ല റീഡ് ചെയ്യുക, ഇൻ ബിറ്റ്വീൻ ലൈൻസാണ് റീഡ് ചെയ്യുക. മെസ്സേജസ്, മൈൻഡ് റീഡ് ചെയ്യുന്ന മെസ്സേജ് ഒന്നും ഈ വാക്കിൽ സംസാരിക്കുന്നൊന്നല്ല, അത് റീഡ് ചെയ്യും. അപ്പോൾ ഇവർ സന്തോഷിക്കുന്നു, ഈ സന്തോഷിക്കാനുള്ള ഒരു കാരണം ഇവർ സ്മോക്ക് ചെയ്യുന്നു. ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് കിട്ടിയാൽ, എനിക്ക് നല്ല അവസരം കിട്ടിയാൽ ഞാൻ സ്മോക്ക് ചെയ്യും. ബിക്കോസ് എനിക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സ്മോക്ക് ചെയ്താൽ ഈസ് എ ഗുഡ് ഫോർ എൻജോയ്മെൻറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, നമ്മുടെ എല്ലാ ബിഹേവിയറും അങ്ങനെയാണ്, എല്ലാ ഇഷ്ടങ്ങളും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ സ്ക്രിപ്റ്റ് നമ്മൾ മാറ്റിയതാണ്. അപ്പോൾ അതിന് പെയിൻ ആൻഡ് പ്ലഷർ ടെക്നിക്ക് എന്ന് പറയും. ഇറ്റ് ഈസ് നോ മോർ പെയിൻ ആൻഡ് പ്ലഷർ. അതായത് നമ്മൾ എന്നെ സംബന്ധം പ്ലഷർ. ഇപ്പോൾ നമ്മൾ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എല്ലാ പാക്കറ്റിൽ എഴുതിയിട്ടില്ലേ? ഞാൻ പറയും ഇത് ശരിയാണ്, എനിക്ക് പക്ഷേ രാവിലെ ടോയ്ലറ്റിൽ പോയാൽ എനിക്ക് സ്മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ സുഖമില്ല, പക്ഷേ ഇത് ഒഴിവാക്കണം എന്നുണ്ടേനി. എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല? ഒഴിവാക്കാൻ പറ്റില്ല, അവരുടെ സ്ക്രിപ്റ്റ് കിടക്കാനുള്ളിൽ. ഇറ്റ് ഈസ് സംതിങ് എൻജോയ്മെൻറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ഏത് ബിഹേവിയർ ആണെങ്കിലും ഇതിൻ്റെ അണ്ടർലൈങ് ഫാക്ടർ സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡിനെ അറ്റാക്ക് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇതൊക്കെ സർവവും. ഈ തന്ത്ര ആ തന്ത്രയിൽ നമ്മളൊരു മനുഷ്യൻ, ഇപ്പം നോക്കൂ, നമ്മളൊരു മനുഷ്യൻ എന്നുള്ളക്ക് നമുക്ക് ഈ അങ്ങയുടെ തന്ത്രമന്ത്ര ശാസ്ത്ര വിധിപ്രകാരം നടന്നു നീങ്ങിയാൽ അവർക്ക് സന്തോഷം പകരാൻ കഴിയുമോ? അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ബേസിക് മോട്ടോ അതാണ്. അതായത് ഈ സിറ്റുവേഷൻ മാറാതെ 2 വിധത്തിൽ മാറ്റം കിട്ടുക. ഇപ്പോൾ എനിക്കൊരു ചേഞ്ച്, ഐ വാണ്ട് ടു ബി ഹാപ്പി ഫോർ എക്സാമ്പിൾ. എന്തുകൊണ്ട് ഞാൻ അൺഹാപ്പിയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു കോസ് ഉണ്ടാവും. ബിഹൈൻഡ് എവറി ആക്ഷൻ ദർ ഇസ് എ തോട്ട്. ഏത് എൻ്റെ ആക്ഷൻ്റെ പിന്നിലൊരു ചിന്ത ഉണ്ട്. ഏത് ഞാൻ ആക്ഷൻ എടുക്കുകയാണെങ്കിലും. ഇപ്പോൾ എനിക്ക് ഇവിടെ ശരിയല്ലാത്ത തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എനിക്ക് സ്വയം മാറാം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് മാറാം, അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെ ഈ സിറ്റുവേഷൻ എനിക്ക് മാറ്റാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം സിറ്റുവേഷൻ മാറ്റാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു മാരേജ് കൗൺസിലിങ്ങിന് വന്നു. ഒരു കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റുവേഷൻ മാറ്റാൻ പറ്റില്ല, അവിടെ ആറ്റിറ്റ്യൂഡേ മാറ്റാൻ പറ്റും. അവിടെ ഞാൻ 2 പേരെയും മാനസിക അവസ്ഥ എന്തുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രശ്നം വരുന്നത് നമ്മൾ സ്പോട്ട് ചെയ്യണം. അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ അടുത്തൊരു ഒരു വ്യക്തി കൗൺസിൽ ചെയ്യാൻ വന്നു ധരിക്കട്ടെ, അങ്ങയുടെ മനസ്സ് മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഈ വന്ന വിദ്വാൻ്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും സഹായകരമായ ശാസ്ത്ര മന്ത്ര തന്ത്ര ക്രിയകൾ ഉണ്ടോ? ആരുടെ മനസ്സ് മാറ്റാം? പറ്റും, മാറ്റാം. ഡെഫിനറ്റ്ലി. നിങ്ങളുടെ ബിലീഫ് ലെവൽ അനുസരിച്ചിരിക്കും. എനിക്ക് മാറ്റാൻ പറ്റുന്ന, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ബിലീഫ് ലെവൽ കൊണ്ടുവരും. ഐ ക്യാൻ ചേഞ്ച്. ഒരു ബിഹേവിയർ മാറ്റാൻ പറ്റാത്ത ബിഹേവിയർ ഇല്ല. അത് എനിബഡി ക്യാൻ ചേഞ്ച്. എനിക്ക് സ്വയം മാറ്റാം, എനിക്ക് മറ്റവരെയും മാറ്റാം. വെരി സിമ്പിൾ. അതിന് പക്ഷേ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് മാറ്റാൻ ഉതകുന്ന ചില ടെക്നിക്കുകൾ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രതന്ത്ര മന്ത്രവിധികളിൽ അദ്ദേഹം ദർശിക്കുന്നത്. ഒരു പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാണെന്ന് അങ്ങ് ഓർക്കണം, മാത്രമല്ല ചിന്തകനുമാണ്. യെസ്, തന്ത്രം എന്നുള്ള മാറ്റും. അതായത് പിന്നെ വിജു ഉപയോഗിക്കുന്ന തന്ത്രത്തിന്റെ അർത്ഥം വേറെ. സാറിന്റെ തന്ത്ര സങ്കല്പങ്ങൾ വേറെയാണ്. സൂത്രം എന്ന് വെച്ചോളൂ. സൂത്രം
അതെ അതെ, സൂത്രങ്ങളാണ് സൂത്രങ്ങൾ. യോഗയിലൊക്കെ സൂത്രം എന്ന് പറയാറില്ലേ, അതുപോലെ യോഗാ സൂത്രമാണ് ഇവിടെ. അഷ്ടാംഗ യോഗ സൂത്രം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ കാണുന്ന ചില സങ്കല്പങ്ങൾ. അല്ല, ഇത് വളരെ രസമാണ്, അത് വളരെ സിമ്പിളുമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കറണ്ട് എടുക്കുമ്പോൾ ഒരു ഫേസ് കറണ്ട് എടുത്തു, അതിൽ കറണ്ട് പോയാൽ പോയില്ലേ. 3 ഫേസ് എടുത്താലോ ഒന്നല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെടുക്കാം. അതേമാതിരി അപ്പോൾ നമുക്ക് ഒരു കൗൺസിലിംഗ് ടെക്നിക്ക് വർക്ക് ചെയ്യുമ്പോൾ സൈക്കോളജി, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, MSc സൈക്കോളജി എടുത്താണ്. അപ്പോൾ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. കുറേ കാലം ഒരുപാട് കാലം സൈക്കോളജിയിൽ കൗൺസിലിംഗ് ചെയ്തു. അപ്പോൾ കൗൺസിലിങ്ങിൽ ഇപ്പോൾ നിങ്ങളൊരു ഇവിടുന്ന് അച്ഛൻ പറഞ്ഞൊരു കേസ് വന്നിരുന്നു. ആ കുട്ടി പെട്ടെന്ന് പറയുന്ന പ്രശ്നം പെട്ടെന്ന് ഇങ്ങോട്ട് പോയിട്ട് ഫിസ് വരും, കടക്കും, ആശുപത്രിയിൽ പോവും, ഒരു ദിവസം അവിടെ ഡ്രിപ്സ് ഇടും, ഒരു പ്രശ്നം തിരിച്ചു വരും ചെയ്യും. അപ്പോൾ ഇത് പിന്നെ പെരിന്തൽമണ്ണ സൈക്കോളജി കേസ് ഹാൻഡിൽ ചെയ്ത ആളെ ഞാൻ പറയുന്നില്ല, അവിടെ ഹോസ്പിറ്റലിൽ പോയ കേസാണ്. പിന്നെ അവർ ചരട് ഒക്കെ കെട്ടി, മുസ്ലിം സമുദായമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഈ ഖുറാനൊക്കെ വെച്ചിട്ട് ചില ജിന്ന മലക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ 1.5 കൊല്ലം പഴക്കമുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ആയുർവേദിക് ഡോക്ടറുണ്ട്, ഷിബു എന്താ, അദ്ദേഹം അങ്ങോട്ട് വിട്ട് സിമ്പിൾ കേസ് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനൊരു സംഭവം അതിൻ്റെ മുമ്പ് ആ കുട്ടിക്കില്ല, 1.5 കൊല്ലമായിട്ടേ ഉള്ളൂ ഇനിയും. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു റീസൺ ഉണ്ട്. ഈ റീസൺ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഒരു ഫേസിൽ കറണ്ട് വന്നില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ സൈക്കോളജിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഹിപ്നോതെറാപ്പി ചെയ്യും. ഹിപ്നോതെറാപ്പി വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ റേക്കി ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ ആ കേസിനനുസരിച്ചൊരു, അപ്പോൾ ഈ സൈക്കോളജിക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ആ കുട്ടിയോട് പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പേടിയായിട്ട് വരികയാണ്, എന്താ പേടിക്കാനുള്ളത്? നമ്മളെല്ലാവരും ജീവിക്കുന്നില്ല, പണ്ട് ഒരു കാര്യമില്ല, അവിടെ വർക്ക് ചെയ്യില്ല. അവിടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോയി ഇൻ്റർഫിയർ ചെയ്യണം നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഹിസ്റ്ററി പഠിക്കും. അപ്പോൾ ഇതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞില്ല എല്ലാത്തിൻ്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടാവും. എനി ഡിസ്കംഫർട്ട്, എനി തോട്ട്, അതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. സംസാരിച്ച് 1.5 കൊല്ലം മുമ്പ് എന്തുണ്ടായി, 1.5 കൊല്ലം മുമ്പ് ഉണ്ടായത്. അപ്പോൾ അവരെല്ലാവരും ഫാമിലി വന്നിരുന്നു. അവരുടെ ഉപ്പ പറഞ്ഞു ഇവർ ഗ്രൂപ്പായി ജീവിക്കുന്നവരാണ്, അടുത്തടുത്ത വീടുകൾ. അപ്പോൾ ഇതിലൊരു പിന്നെ ആൾമറില്ലാത്തൊരു കിണറുണ്ട് നല്ലത്. അപ്പോൾ ഇവരിന്ന് സ്ത്രീകൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിണറ്റിൽ ശബ്ദം കേട്ടു. ഇവർക്ക് 2 കുട്ടികളാണ്. ഈ കുട്ടി വിചാരിച്ചു പെട്ടെന്ന് ചെറിയ കുട്ടിയെ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിൽ കളിക്കുമ്പോൾ ചെറിയ കുട്ടി കിണറ്റിൽ വീണെന്ന് ഇവരാണ് വിചാരിച്ചു. അന്തം വിട്ടു. അന്നാണ് ആദ്യത്തെ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. അതിൽ ബോധമില്ലാണ്ട് കടന്നു. ഇതൊക്കെ ചോദിച്ച് കിട്ടുന്നതാണ്. നമ്മൾ 1.5 കൊല്ലം 1.5 കൊല്ലത്തിന് മുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ കൊണ്ടേ കടത്തി. അത് കഴിഞ്ഞ് കുട്ടി അടുത്ത വീട്ടിൽ കളിച്ചിരുന്നു. കുട്ടിയെ കൊണ്ട് അടുത്ത് കടത്തിയിട്ടും ഇവർ ട്രാൻസ്ഫർ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ഫിഷ് വരുന്നത്. ആ ഫിഷ് വന്നിട്ട് ഇതേമാതിരി ആയുർവേദം മരുന്നൊക്കെ കഴിച്ച് ഈ ഡോക്ടറെ തന്നെ കഴിച്ച് കുറച്ച് പേര് പറ്റൊക്കെ ഇട്ടു. പിന്നെ ഇത് ഫ്രീക്വൻ്റായി. ഈ ഫ്രീക്വൻ്റ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, ഗ്ലൂക്കോസ് കൊടുക്കും. അപ്പോൾ എനിക്ക് ക്ലൂ കിട്ടി. ഇനി ക്ലൂ കിട്ടി എന്താ ചെയ്യുക? വളരെ സിമ്പിളാണ് ട്രീറ്റ്മെൻറ്റ്, വെരി സിമ്പിൾ. നമ്മൾ ആ കുട്ടിയെ നമ്മൾ പറയാൻ പറ്റില്ല, റിലാക്സ് ചെയ്യിക്കാന്ന് വെച്ചോളൂ. മറ്റു പറഞ്ഞ ആൾക്കാർക്ക് പേടിയാവും. റിലാക്സ് ചെയ്യിച്ച് ആ സിറ്റുവേഷനെ റീകാപ്പുലേറ്റ് ചെയ്യും, മനസ്സിൽ കൊണ്ടുവരാം. എന്നിട്ട് അവിടെ അതാണ് ഞാൻ ഈ പെയിൻ ആൻഡ് പ്ലഷർ എന്നാണ്. അതൊരു പെയിനായി കിടക്കണം അവിടെ. അതൊരു പ്ലഷർഫുൾ ഈവൻ്റ് ആക്കണം. അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവിടെ മണ്ണെന്തോ വീട്ടിൻ്റെ വീണതല്ലേ. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ചെയ്യിക്കുന്നതോട് കൂടിയിട്ട് ആ ചിന്ത വരുന്നതോടുകൂടി ആ ചിന്ത ഒരിക്കലും ബ്രെയിനിലുള്ള ഒരു ഇൻസിഡൻറ്റ് മാറ്റാൻ പറ്റില്ല. നമ്മൾ ബൈപ്പാസ് ചെയ്യാനേ പറ്റൂ. അപ്പോൾ ആ ചിന്ത വരുന്ന ഉടനെ വരെ ഒന്നും പേടിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നതോടുകൂടി പിന്നെ ഈ തോട്ട് വരുമ്പോൾ ഉടനെ ഒന്നും പേടിക്കില്ലല്ലോ. അത് വരുത്തണം. അത് വരുത്തി കഴിഞ്ഞാൽ ആ കുട്ടി ഒക്കെ ഒറ്റ സിറ്റിങ്ങിൽ നോക്കൂ സാറേ. അപ്പോൾ ഈ കഥകളി പദങ്ങൾ, അങ്ങയുടെ കഥകളിക്കാർക്കുള്ള കൈപുസ്തകം, കഥകളി കൈപുസ്തകമുണ്ട്. പിന്നെ കഥകളി പദങ്ങൾ എന്ന് പറയുന്ന കഥകളിയുടെ ഒരു താല്പര്യം പണ്ട് മുതലേ ഉണ്ടോ? കുട്ടിക്കാലം മുതലുണ്ട്. കളി കാണാൻ പോകാറുണ്ടോ? എന്നെ അമ്മ മടിയിലെത്തി കളിക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടുന്ന് തുടങ്ങിയതാണ് കുട്ടിക്കാലം മുതലുള്ള. അപ്പോൾ അങ്ങയുടെ രചനകളൊക്കെ പാട്ടുകളായിട്ട് കഥകളി പദങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകം തന്നെ ഉണ്ട്. ഇത് എന്താ സംഭവിച്ചാല്, ഞാനിത്
ഈ ആസ്വാദകൻ്റെ അധപ്പതനം എന്ന് പറയും. അത് സാധനം ആസ്വദിച്ചിട്ട് ഇപ്പോൾ ഇവർ ക്യാമറ ഇങ്ങനെ എടുക്കണം, നന്നായി എടുക്കണം, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് എടുക്കണം തോന്നാൻ തുടങ്ങും, അത് നന്നായി കണ്ട. അങ്ങനെ ഞാൻ കഥകളി പാട്ട് പഠിക്കാൻ തുടങ്ങി. വേഷം പഠിക്കാൻ പോയി, ബലവത്തായില്ല, അപ്പോൾ കൈയൊക്കെ വീണ് ഒക്കെ പൊട്ടി തകരാറായി. അപ്പം എന്നാൽ പാട്ട് പഠിച്ചാൽ വെച്ചാൽ പാട്ട് പഠിക്കാൻ പോയി. പാട്ട് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാം, എൻ്റെ ജന്മസിദ്ധമായ വാസന ഇല്ലല്ലോ. പക്ഷേ ഇത് കണക്കിൽ ഞാൻ ഒപ്പിച്ചു പോകും. അപ്പോൾ ഇത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ കഥകളിയുടെ താളം. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ കളരിയിൽ ഇവിടെ സാധനം കളരിയിൽ പോയി ജോയിൻ ചെയ്തിട്ട് അവിടെ പോയി റിസൈൻ ചെയ്തു. കുമാരൻ നായർ സാറിന്റെ അവിടെ സദനത്തിൽ ഒരു പൂജക്കാലത്ത് വന്നിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടെ പോയി റിസൈൻ ചെയ്തു. എന്നിട്ട് വന്നാൽ നിന്ന് നേരെ അവിടെ പോകാമല്ലോ. അങ്ങനെ 4 കൊല്ലം അവിടെ സാധനം കളരിയിൽ പോയി. അപ്പോൾ നോക്കുമ്പോൾ ഇത് നമുക്ക് സാധാരണ പാട്ട് പാടുന്ന മാതിരി പാടാൻ പറ്റില്ല. ഇതിന് വളരെ 56 അക്ഷരക്കാരൻ 56 ബീറ്റ്സിൽ വേണം ഒരു വരിയൊക്കെ, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ദിവസേന വന്ന് നോട്ട് എഴുതിയിട്ട് എന്തുണ്ടായി, ഇത് എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ പോകുന്ന ഒരു സന്തോഷൻ്റെ ഫ്രണ്ട് ഉണ്ട്, അച്ചോട്ടെ ഇതൊന്ന് പബ്ലിഷ് ചെയ്യണത് എല്ലാവർക്കും ഉപകാരമാകും പറഞ്ഞു. അങ്ങനെ ഞാനൊരു ചെറിയ ബുക്ക് കൊണ്ടുവന്നിട്ട് അത് വലുതായതാണ്. അപ്പോൾ അത് എല്ലാവർക്കും 2 വോളിയുണ്ട്. അത് എല്ലാവർക്കും ഉപകാരമായി എന്നുള്ളത് ഇപ്പോൾ 6ാമത്തെ എഡിഷൻ ഇതിപ്പോൾ അക്കാഡമി ആദ്യം വിളിച്ചു, അവരാദ്യം പബ്ലിഷ് ചെയ്യാണ്, 2ാമത്തെ എഡിഷൻ എടുക്കുകയാണ്, 4 എഡിഷൻ ആൾറെഡി കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ അനുഭവം ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് എൻ്റെ കഴിവൊന്നുമില്ല. താമസിക്കുന്നത് വെള്ളിലേഴിയാണ്. വെള്ളിലേഴിയിലെ കുറുവട്ടൂര് നാണുനായർ കലാകേന്ദ്രത്തിന്റെ സാരഥിയാണ് ദീർഘകാലമായി. എന്താ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളെ? എനിക്ക് ചുവന്നാടി നാണുനായർ മാഷ് വലിയ ഇഷ്ടമായിരുന്നു. മാഷ് ഇവിടെ സ്ഥിരം വരെയായിരുന്നു. അപ്പോൾ വലിയ ഇഷ്ടമാണ്. ഈ കഥകളി കമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കളി കാണലല്ല, ഈ കഥകളിക്കാരോടൊക്കെ ആരാധന വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് ചെയ്യുന്ന കാര്യങ്ങൾ, അമാനുഷമായിട്ടുള്ള പ്രവൃത്തികൾ ഒക്കെ കാണുമ്പോൾ അങ്ങനെ കമ്പം കൂടി. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അവർ ആൾറെഡി ഒരു ചെറിയ സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്ന് വിപുലാക്കണം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് അദ്ദേഹത്തിലുള്ള ഇഷ്ടവും കഥകളിയുടെ ഇഷ്ടം കൂടി ചേർന്നു. അത്രയല്ലോ. അങ്ങനെ അവരെന്നെ അംഗീകരിക്കണം. അതെ, ചുവന്നതാടി. നാണൊരു മാഷ് ചുവന്നാടിയുടെ ആളായിരുന്നു. ചുവന്നാടിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥാനം കഥകളിൽ ഉണ്ടാക്കി കൊണ്ടുവന്നത് നാണുനായർ. അപ്പോൾ അദ്ദേഹത്തിന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2008 താടി ഇറങ്ങി എന്നൊരു പരിപാടി 2008. അത് പ്രസിദ്ധമായി. അത് കേരളത്തിലുള്ള എല്ലാ പ്രസിദ്ധ ചുവന്നതാടിക്കാർ മാത്രം, നെല്ലിയാടാശം മുതൽക്കുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചു. അന്നാണ് ശരിക്കും പറഞ്ഞാൽ കഥകളി ചരിത്രത്തിൽ ഏറ്റവും അധികം ആൾക്കാർ കളി കണ്ട അന്നായിരിക്കും. ചായപ്പീടിയല്ലേ, അവിടെ ചായപ്പീടിയിൽ വന്ന് ഞങ്ങൾ തന്നെ ശാപ്പാട് എല്ലാവർക്കും കൊടുത്തു, ഉണ്ടാക്കി കൊടുത്ത്. ഉൾനാടൻ ഗ്രാമമാണല്ലോ. കാറൊക്കെ വന്ന് പറഞ്ഞ് 10,000-50,000 ആൾക്കാർ വന്നൊരു അരങ്ങായിരുന്നു. അതിൻ്റെ ഒരു താടി ഇറങ്ങി ഹിറ്റായി. പിന്നെ ഞങ്ങളത് കൊണ്ടെടുക്കാൻ തുടങ്ങി. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാം. ഹോമിയോപ്പതി ഒരു 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 ചികിത്സാ ശാസ്ത്രമാണ്. ഇപ്പോൾ മൈ ജേണി വിത്ത് ഗ്രേറ്റ് പ്രിസ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ അങ്ങ് പറയുന്ന ഡോക്ടറുടെ വലിയൊരു ബൃഹത്തായ പുസ്തകമാണത്. അങ്ങയുടെ ജീവിതം ഒരു ഹോമിയോപ്പതിയാണ് അങ്ങയുടെ ജീവിതചര്യ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. കണ്ടറിഞ്ഞതാവാം ഒരു പക്ഷേ. ഡോക്ടർ LGK മൂർത്തി എന്ന് പറയുന്ന ബോംബെയിലുള്ള ഒരു ഡോക്ടറുടെ സംബന്ധിക്കുന്ന സമഗ്ര ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ അങ്ങ് എങ്ങനെയാണ് ഒരു ഇതിലേക്ക് കടന്നു വന്നത്, ആ ഒരു ശാസ്ത്ര പുസ്തകം എഴുതാൻ? അത് കഥകളി പുസ്തകമായി തന്നെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ എഴുതിയെന്നുള്ളൂ. ഇത് പുസ്തകങ്ങൾ മുഴുവൻ റെഫറൻസ് ആണ്. അപ്പോൾ റെഫറൻസ് നോക്കിയിട്ടൊന്നും ചികിത്സിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് ഞാൻ കേൾവി ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ടിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോയി. സാധാരണ എല്ലാ പ്രസിദ്ധാടകരും ഞാൻ പോയി, എല്ലാവരും പോയി കാണും. അപ്പോൾ അങ്ങനെ പോയി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അദ്ദേഹം ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയും, കൃത്യമായിട്ട് മരുന്ന് കൊടുത്തിട്ട് അസുഖങ്ങൾ മാറ്റും. അപ്പോൾ ഞാനത് ശിഷ്യപ്പെട്ട് ഒരു 8-9 കൊല്ലം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിലിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ഹോമിയോപ്പതി പറഞ്ഞാൽ ഞാൻ പഠിച്ച ശാസ്ത്രപ്രകാരം ഈ ശാസ്ത്രം വാലിഡ് അല്ല. ഫോർ എക്സാമ്പിൾ ഒരു പൊട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി മരുന്ന് എടുത്തിട്ട് 99 ഉള്ളിലാക്കിയ ഒരു പൊട്ടൻസിയാണ്. അങ്ങനെ 30th പൊട്ടൻസി ഹോമിയോപ്പതി പറഞ്ഞാൽ അതിൽ മെറ്റീരിയൽസ് ഡോസ് ഇല്ല എന്നാണ് ഞാൻ പഠിച്ച ശാസ്ത്രം പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വർക്കിംഗ് വണ്ടേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി, അങ്ങനെ അദ്ദേഹം കൂടിയിട്ട് എനിക്ക് വലിയ വിശ്വാസം വന്നു. അങ്ങനെ അനുഭവം വരുമ്പോഴുള്ള വിശ്വാസം വരാം. അപ്പോൾ അനുഭവം അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് ഗ്രന്ഥങ്ങളും കൂട്ടിച്ചേർത്തൊരു പുസ്തകം എല്ലാവർക്കും ക്വിക്ക് റെഫറൻസ് ആയിട്ട് ആർക്കും ഉപയോഗിക്കാൻ പാകത്തിന് ഉണ്ടാക്കി. സ്വീകാര്യമുള്ളവർക്ക് ഉപയോഗിക്കാം, എളുപ്പമായിട്ട് റെഫറൻസാണ്.
പിന്നെ അതിലെ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എല്ലാം സ്വീകരിച്ചു. കോവിഡ് കാലത്ത് ഉണ്ടാക്കിയിട്ടൊരു വർക്കാണ്. ഞാൻ അങ്ങ് പുരസ്കാരങ്ങൾക്കൊക്കെ തികച്ചും എതിരായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ വെള്ളിയേരി അച്യുതൻകുട്ടി സാർ. എന്നാലും ചോദിക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി, കേന്ദ്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അങ്ങേക്ക് അല്ലേ? അത് സെൻട്രൽ സീനിയർ ഫെലോഷിപ്പ് കിട്ടി. 2 വർഷം ഇപ്പോൾ കഴിഞ്ഞു ഫൈനൽ റിപ്പോർട്ട് അയക്കാൻ. പിന്നെ ഏതോ ഒരു കേരളത്തിലേതോ പുരസ്കാരം, കലാമണ്ഡലം ഇങ്ങനെ അവരോരോരുത്തർ സന്തോഷമായി സ്വീകരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അങ്ങയുടെ ബാല്യകാലം ഞങ്ങൾ മരുമക്കത്തായത്തില് ഇവിടെ അച്ഛനും അമ്മയായിരുന്നു ഈ വീട്ടിലെ. ഞാൻ ചൊനങ്ങാട് മുത്തശ്ശേരിയും അമ്മാവൻ്റെയും കെയറഫിലാണ് വളർന്നത്. ഞങ്ങൾ 4 മക്കളിൽ 2 പേര് മരുമക്കത്തായും 2 പേര് മക്കത്തായും. 2 പേര് അമ്മാവന്മാരോടൊപ്പം വളർന്നു. 2 പേര് അച്ഛൻ്റെ അമ്മ. അച്യുതമേനോൻ മാഷായിരുന്നു, കുറ്റാശ്ശേരി സ്കൂൾ മാഷായിരുന്നു. പിന്നെ അമ്മ വീട്ടിൽ തന്നെ. ഞങ്ങൾ ഇറ്റാം വീട്ടിലെന്ന് പറയും, ചൊനങ്ങാട് ഇറ്റാം വീട്ടിലെന്ന് പറയും. ഭാര്യ എൻ്റെ ഭാര്യ ചെർപ്പശ്ശേരി എന്നാണ്, അറിയാലോ, ശ്രീലത. മകൻ ഒരാളുണ്ട്, വിഷ്ണു. അയാൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. വിഷ്ണു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. മരുമകളെ അയാൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അശ്വതി. എവിടെയാണ് ജോലി ചെയ്യുന്നത്? അൽഷിഫയിലാണ്. യെസ്, നമുക്ക് ഒരുപാട്, സത്യത്തിൽ നോക്കൂ പ്രേക്ഷകരെ, നമുക്ക് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര ഒരു ഇൻഫർമേറ്റീവ് ടോക്ക് നടത്താൻ പറ്റുന്ന ഒരു മഹാവ്യക്തിയാണ് ഡോക്ടർ വെള്ളിയേരി അച്യുതൻകുട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് ഇദ്ദേഹവുമായി നമുക്ക് എപ്പോഴെങ്കിലും സംസാരിക്കേണ്ടി വരും. എന്തായാലും നമ്മുടെ പടവുകളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടോ സാറിന്? എന്തെങ്കിലും? അതെ. അല്ല, ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താ അറിയോ? ഒരാളെ ഇരുത്തിയിട്ട് അയാൾ എങ്ങനെ പുകഴ്ത്തുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഷയം. അതെ, അത്രേ പറയുള്ളൂ. പക്ഷേ അങ്ങയുടെ ഒരു ശാസ്ത്രപ്രകാരം പ്ലഷർ, ഒരു മനുഷ്യന് കേൾക്കാൻ സുഖമുള്ളത് അവനവനെ കുറിച്ച് നല്ലത് പറയുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ അങ്ങ് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സന്തോഷം, മറ്റു കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. എന്നിരുന്നാലും മറ്റുള്ളവരുടെ സുഖമാണ് താൻ ഇച്ഛിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവനു കൂടി സുഖമായി ഭവിച്ചിടണം എന്ന് പറയുന്ന ഗുരുദേവ ദർശനം തന്നെയാണ് തൻ്റെ ജീവിതവൃത്തി, ജീവിത പ്രധാനം. അതുകൊണ്ടാണ് അദ്ദേഹം ശാസ്ത്ര ശാഖയിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം താൻ തന്ത്ര, ഹിപ്നോട്ടിക്, യോഗ, അതുപോലെ മെസ്മറിക് മേഖലയിൽ വിഹരിക്കുന്നത് എന്നാണ്. അത് ശരീരം നമ്മുടെ ശരീരമാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു ആത്മബോധനമാണ് ഡോക്ടർ വെള്ളിയേരി അച്യുതൻകുട്ടി എന്ന് പറയുന്ന ശാസ്ത്രബുദ്ധി നമ്മോട് പറയുന്നത്. എന്തായാലും പടവുകളിൽ വന്ന അങ്ങേക്ക് വലിയ സ്നേഹവും നന്ദിയും. നന്ദി സാർ, താങ്ക് യു.